സുഹൃത്തുക്കളെ നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഗാന്ധിജിയുടെയും ഗാന്ധിസത്തിൻ്റെയും 22ാം നൂറ്റാണ്ടിലെ പ്രസക്തിയെക്കുറിച്ചിട്ടും ആ കാലമാവുമ്പോഴേക്ക് മനുഷ്യ സമൂഹത്തിന് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, തമ്മിലുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതും എങ്ങനെ നിർബന്ധിതമായും അഹിംസയിലേക്ക് എത്തിക്കാൻ പ്രധാനമായിട്ടും കാരണമായത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തമാണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, അതിൻ്റെ തന്നെ ഒരു ബൈ പ്രൊഡക്റ്റായ ആറ്റം ബോംബ് കണ്ടതോടുകൂടി ആറ്റം ബോംബിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഭീകരമായ നശീകരണ ശേഷി കണ്ടതോടുകൂടി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് ആ രീതിയിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും എല്ലാ സമൂഹങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം സമൂഹങ്ങളെങ്കിലും അതിൻ്റെ ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ കഴിവ് ശേഷി ആസ്വദിക്കുന്ന ഒരവസ്ഥയാവുന്നതോടുകൂടി ഗാന്ധിജിയുടെ അഹിംസയുടെ അനിവാര്യത തെളിയും എന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മാത്രമല്ല, അത് അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അതിൻ്റെയൊക്കെ ആകത്തുക എന്താണ്? മനുഷ്യൻ എന്നത് നിസ്സാരനായ ഒരു ജീവിയാണെന്നും ഈ മഹാപ്രപഞ്ചത്തിലെ അനേകം വസ്തുതകളിൽ വളരെ കുറഞ്ഞ ഒരു ഭാഗം മാത്രമേ മനുഷ്യൻ എത്തിയിട്ടുള്ളെന്നും മനുഷ്യന് പ്രകൃതിയെ കീഴടക്കുക എന്ന ആ ക്ലാസിക്കലായിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ സമീപനം മാറ്റിയിട്ട് അത് ഇല്ലാതായി പ്രകൃതിയുടെ ഭാഗം മാത്രമാണ് മനുഷ്യനെന്നും മനുഷ്യനൊരിക്കലും പ്രകൃതിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന ബോധം മെല്ലെ മെല്ലെ അങ്കുരിച്ച് വരാൻ തുടങ്ങി എന്നുള്ളത് നമുക്കിവിടെ കാണാം. 1960 കൂടിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ എഴുതിയ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിലൂടെ അത് പ്രഘോഷിതമായത്. ലോകം മുഴുക്കെ ഈ മനുഷ്യൻ്റെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ അത് ശരിയാവില്ല എന്ന തോന്നലുകൾ ഉണ്ടായി തുടങ്ങിയത്. പിന്നീട് പല കാര്യങ്ങളും നടന്നത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തന്നെ ഈ സാമാന്യ ആപേക്ഷികതയുടെ ഒരു തുടർച്ചയായിട്ട് വന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് യഥാർത്ഥത്തിൽ അവിടെ മാത്രം നിൽക്കണ മനുഷ്യൻ്റെ സമഗ്രമായ മേഖലകളിലേക്കും
പടർന്നു കയറുന്ന ഒരു ഇതിഹാസ സമാനമായ സ്വഭാവമാണ് ഈ അഹിംസ എന്നത്, അല്ലെങ്കിൽ ഈ സാമാന്യ ആപേക്ഷികത, അല്ലെങ്കിൽ പൊതു ആപേക്ഷികത എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണല്ലോ. ഈ ആരോഗ്യത്തിലേക്കും മറ്റൊക്കെ എത്താൻ തന്നെ ഉണ്ടായ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിത്തറയിലുള്ള ഒരു സമീപനം യഥാർത്ഥത്തിൽ ഉണ്ടായത് എങ്ങനെയാണ്, അതിൻ്റെ തുടക്കം എന്താണ് എന്നതിനെക്കുറിച്ചിട്ടും ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ചില വസ്തുതകളും, മാത്രമല്ല വിദ്യാഭ്യാസം, കൃഷി, രാഷ്ട്രീയം, മതങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ നാളെയും മറ്റന്നാളും കുറച്ച് തിരക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കഴിയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നാളെ ഞാനൊരു വീഡിയോ കൂടി ഇടാൻ നോക്കാം. ഇന്ന് ഞാൻ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, നേരെ മറിച്ച് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ന്യൂട്ടോണിയൻ ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള ആരോഗ്യത്തോടുള്ള സമീപനം, അല്ലെങ്കിൽ രോഗചികിത്സയോടുള്ള സമീപനം എന്നതിനെക്കുറിച്ചിട്ടൊക്കെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല. എന്തായാലും അത് പറയാൻ വിചാരിക്കും. അപ്പോൾ അതിന് തുടക്കം വെച്ചത് യഥാർത്ഥത്തിൽ ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ, അത് കീടശാസ്ത്രജ്ഞൻ, കൊല്ലുന്നതിൻ്റെ, അതായത് കീടങ്ങളെ എങ്ങനെ നശിപ്പിക്കാം, അതായത് നമുക്കറിയാലോ എങ്ങനെയാണ് ഈ കീടം എന്നതൊരു പ്രശ്നമായി അതിന് ശാസ്ത്രം ഉണ്ടായത് എങ്ങനെയാണ്. അത് ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടി ആണ് ആദ്യമായിട്ട് ഈ വിഷവസ്തുക്കളൊക്കെ ഉപയോഗിച്ച്, വിഷവാതകങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിലൊരു ആയുധങ്ങൾ എന്നത് ഉണ്ടായത് ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ട് മുമ്പാണ്. അന്ന് ഒന്നാം ലോകമഹായുദ്ധത്തോടു കൂടി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, ഈ ലോകമഹായുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്യന്മാരുടെ യുദ്ധമാണ് കേട്ടോ, അവർ തമ്മിൽ ഈ ലോകത്തുള്ള സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധങ്ങളാണ് ലോകമഹായുദ്ധങ്ങളൊക്കെ തന്നെ. കാരണം അവരാണ് ലോകം മുഴുക്ക അടക്കി ഭരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഭരിക്കുന്നതിലുള്ള മത്സരമാണ് അവസാനം ഒരു യുദ്ധമായിട്ട് മാറിയത്. അതിന് പല കാരണങ്ങളും വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ കാരണം ഇതാണ്: കൊള്ളയടിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധം. ഈ ഒന്നാം ലോകമഹായുദ്ധത്തിലാണ് ആദ്യമായിട്ട് ആ കാലമായപ്പോഴേക്ക് കെമിസ്ട്രി അഭൂതപൂർവമായി വളർന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി കെമിസ്ട്രി നന്നായിട്ട് വളർന്നു. അതിലൂടെയാണ് ഇങ്ങനെ വിഷവാതകങ്ങൾ, മസ്റ്റാർഡ് ഗ്യാസ്, ലോഫിംഗ് ഗ്യാസ് പോലുള്ള വിഷവസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് വിൽപ്പന നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായി ഈ കെമിക്കൽ വ്യവസായം തന്നെ ഈ മനുഷ്യകുലത്തിലേക്ക് ആവിർഭവിച്ചത്. അതുവഴി ഈ വ്യവസായികളൊക്കെ തന്നെ, അതായത് കോർപ്പറേറ്റുകൾ, ആ കാലത്താണ് ഈ കോർപ്പറേറ്റുകളും ഭരണാധികാരികളുടെ പിടിമുറുക്കുന്നത്. കാരണം ഭരണാധികാരികൾക്ക് അന്ന് ജനാധിപത്യം വളർന്നു വന്നിരുന്നു.
അപ്പോൾ പണ്ടത്തെ രാജാക്കന്മാരെ അങ്ങനെ കൈക്കൂലി കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവർക്ക് കൈക്കൂലി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ നേടിക്കിട്ടാനുള്ള പുതിയ ഒരു പ്രവണതയും ഈ ജനാധിപത്യത്തോടു കൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യം അല്ലെങ്കിൽ എന്ത് രീതിയാണെങ്കിലും രാജാക്കന്മാരെ കയ്യിലെടുക്കാൻ ഉള്ള രീതിയിൽ ഈ കുത്തകകൾ വളർന്നു. ബഹുരാഷ്ട്ര കുത്തകകൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഈ ബഹുരാഷ്ട്ര കുത്തകകളാണ് യഥാർത്ഥത്തിൽ ഈ കെമിക്കൽ വ്യവസായത്തിൻ്റെ, അത് പിന്നെ ഫാർമസ്യൂട്ടിക്കലായി അങ്ങനെ പിന്നീട് അത് വളർന്നു വന്നു കേട്ടോ. ആ വ്യവസായത്തിൻ്റെ പ്രധാന തുടക്കക്കാർ വരാണ് നടത്തുന്നത്. അങ്ങനെ അവർ കഴിയുന്നത്ര ഇതൊക്കെ ഈ വിഷവാതകങ്ങൾ സിലിണ്ടറിലാക്കി വിറ്റു. അതൊക്കെ യുദ്ധത്തിൽ അതൊക്കെ ചിലവായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കീടനാശിനികളുടെ കഥയിലേക്കാണ് ഈ വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം നടന്നു. യുദ്ധത്തിൽ ജയപരാജയങ്ങളുണ്ടായി. രണ്ടുപേരും തകർന്നു, തരിപ്പണമായി. പക്ഷെ തോറ്റവർ പൂർണ്ണമായിട്ടും റിപ്പാർട്ടേഷൻ്റെ ഇതായിട്ട് ഭീകരമായി ജയിച്ചവർ കീഴടക്കിയതുകൊണ്ട്, അവർ കവർന്നതുകൊണ്ട് ഒരു വിഭാഗത്തിന് ലാഭവും മറ്റൊരു വിഭാഗത്തിന് ലാഭം എന്ന് പറഞ്ഞുകൂടാ, നഷ്ടമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ തീർന്നു. അതിനുശേഷം ഈ ഒന്നാം ലോകമഹായുദ്ധം കഴിയുന്നത് വരെ വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്ന ഈ വിഷവസ്തുക്കൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, കെമിക്കൽ വ്യവസായങ്ങൾ, ഡൂപ്പോണ്ട്, ഫൈസർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അവരുടെ മുൻഗാമികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലാതായി. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് അവരൊരു കൃഷി തുടങ്ങിയത്. കൃഷിയിൽ അങ്ങനെയാണ് രാസവളങ്ങൾ എന്നത് ലോകത്താകെ വരുന്നത്. അപ്പോൾ കൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ യൂറിയയാണ് ആദ്യം കണ്ടത്. ഈ യൂറിയ പണ്ടേ കണ്ടെത്തിയിരുന്നു, 1880-കളിലേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല കണ്ടെത്തിയ ആൾ തന്നെ അയാളതുകൊണ്ടുള്ള പരീക്ഷണം നടത്തിയിട്ട് സസ്യങ്ങളിലൊക്കെ പെട്ടെന്നത് അത് ഒരു വളർച്ച ഉണ്ടാവുന്നും അത് കഴിഞ്ഞാൽ അതൊക്കെ കീടങ്ങളെ നശിപ്പിക്കുന്നു എന്നൊക്കെ അന്ന് തന്നെ കണ്ടെത്തിയത്. പക്ഷേ ഇവരുടെ ഈ കാര്യം എടുത്തിട്ട് ഇവരുടെ ഇതിലൂടെ യൂറിയ അല്ലെങ്കിൽ രാസവളങ്ങളെ പൂർണ്ണമായിട്ടും കൃഷിയിൽ ഉപയോഗിക്കാനുള്ള പരിപാടി തുടങ്ങി. കൃഷി എന്നത് ലാഭകരമാക്കണം, അതാക്കണം, ഇതാക്കണം, പരമ്പരാഗതമായൊന്നും വിവരമില്ലാത്തവരാണ് എന്ന രീതിയിൽ അവർ പ്രൊപ്പഗൻഡ നടത്തി. മാത്രമല്ല അതിന് പറ്റിയ രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. മാത്രമല്ല അങ്ങനെ ഈ ഈ കൃഷിക്ക് ചെയ്യുമ്പോൾ കീടങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് കീടനാശിനി ഉണ്ടാക്കാൻ കഴിയും. അതായത് ഈ ഒരു പണി ഇല്ലാതിരുന്ന അവർക്ക് ആദ്യം രാസവളം കൊടുത്തപ്പോൾ ഈ കൃഷിയിൽ കീടങ്ങൾ വല്ലാതെ വന്നു. അങ്ങനെ കീടങ്ങൾ വന്നപ്പോൾ കീടനാശിനി ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് രണ്ടും വന്നപ്പോഴോ രോഗങ്ങളും കൂടി. ആ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള മരുന്നും ഉണ്ടാക്കും, ഔഷധം. അങ്ങനെ രാസവളത്തിൻ്റെ, കീടനാശിനിയുടെ, ഔഷധത്തിൻ്റെ ഒരു ലോകമാണ്, ആധിപത്യമാണ് പിന്നീട് നാം കാണുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അങ്ങനെയാണ് ഈ കീടനാശിനികൾ വരുന്നത്.
ഈ കീടനാശിനികളും കീടനിയന്ത്രണവും കീടശാസ്ത്രവും ഒക്കെ പിന്നീട് ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം പിന്നീട് ഈ വ്യവസായികളുടെ നേതൃത്വത്തിൽ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഉണ്ടായ അല്ലെങ്കിൽ കൃഷിശാസ്ത്രവും കീടശാസ്ത്രവും വഴിയാണ് ഇതിങ്ങനെ ഉണ്ടായത്. അങ്ങനെയുള്ള കീടശാസ്ത്രജ്ഞനായിരുന്നു ആര്? നമ്മളെ മസനോബു ഫുക്കോക്ക. ഈ മസനോബു ഫുക്കോക്ക ഭാഗ്യത്തിന് അദ്ദേഹം ഈ ബൗദ്ധ ദർശനത്തിൻ്റെയും ബൗദ്ധ ആണ് തോന്നുന്നു. എന്തായാലും അഹിംസ എന്നത് അവരുടെ മതത്തിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും ഉള്ളതായതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ജോലി രാജിവെച്ച് സ്വന്തം തോട്ടത്തിലേക്ക്, അച്ഛൻ പൈതൃകമായി ലഭിച്ച തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഈ ആപേക്ഷികതയുടെ യഥാർത്ഥ പൊരുൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹമാണ് ഈ കൃഷിയുടെ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ദിശ തിരിച്ചു വിടുന്നത്. അതായത് ഇങ്ങനെ ഇരുന്നു പിന്നെയും അവിടെ വന്ന് കൃഷിയൊക്കെ ചെയ്തിട്ടും ഒന്നുമില്ലാതെ കീടങ്ങളും ഇതൊക്കെ വന്ന് ഇളത് തിന്നുകൊണ്ട് എന്തോ അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് അയാൾക്കൊരു വെളിവ്, ഒരു ബോധോദയം പോലെ ഒരു വഹി വരികയാണ്. എന്താണ്? എന്തൊക്കെ ചെയ്താലാണ് കൃഷി കൂടുതൽ ലാഭം ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ വിളവുണ്ടാവുക എന്ന പരമ്പരാഗതമായ ദർശനം, പരമ്പരാഗതമായ കർഷകൻ്റെ അന്വേഷണം അദ്ദേഹം ഒന്ന് നേരെ ആ ദിശ ഒന്ന് തിരിച്ചിട്ടു. എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്നതിൽ നിന്ന് മാറ്റി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന് അദ്ദേഹം അതിനൊന്ന് തിരുത്തി. മനസ്സിലായിട്ടുണ്ടല്ലോ? എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്നത് മാറ്റി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പുതിയ ദർശനത്തിലേക്ക്, നവദർശനത്തിലേക്ക് ആധുനിക മനുഷ്യൻ കാലെടുത്ത് കുത്തുന്നത് അതോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, വൺ സ്ട്രോ റെവല്യൂഷൻ, ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പേരിൽ. അത് നമ്മളെ തൃശ്ശൂർക്കാരനായ CP ഗംഗാധരൻ മാഷ് അതിമനോഹരമായി നമ്മളെ മലയാള ഭാഷയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ദർശിക്കാൻ, നല്ല ഇംഗ്ലീഷും മലയാളവും അറിയുന്ന ആൾ ഇംഗ്ലീഷിലുള്ള വൺ സ്ട്രോ റെവല്യൂഷനും മലയാളത്തിലുള്ള വൺ സ്ട്രോ റെവല്യൂഷൻ, ഒറ്റ വൈക്കോൽ വിപ്ലവം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും ഇംഗ്ലീഷ് നമ്മുടെ അടുത്ത് നമുക്കെങ്കിലും ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഈ കീടനാശിനിയിലൂടെയാണ് കീടശാസ്ത്രജ്ഞനായ ഫുക്കോക്കയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. അത് പിന്നീട് അത് സമയകാലത്ത് തന്നെ സിങ്ക്രണൈസ് ആയിട്ട് തന്നെ ഈ നിലവിലിരിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള, രോഗങ്ങളെക്കുറിച്ചിട്ടുള്ള, രോഗശാന്തിയെക്കുറിച്ചിട്ടുള്ള, ചികിത്സയെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് കുറേ പല ആൾക്കാരും അതേപോലെ വന്നിരുന്നെങ്കിലും അങ്ങനെയാണ് ഈ
സാമാന്യ ആപേക്ഷികത അല്ലെങ്കിൽ പൊതു ആപേക്ഷികതയുടെ മൗലിക തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ, വീക്ഷണങ്ങൾ ഒക്കെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും കൃഷിയിലും രാഷ്ട്രീയത്തിലും നമ്മളെ സംസ്കാരത്തിലും അതേപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഭീകരമായ മാറ്റങ്ങൾ, ഒരു പാരഡിഗം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം, യുഗപരിവർത്തനം തന്നെ നടത്തുന്ന രീതിയിൽ നടത്തുന്ന ഒരു ആയുധമായത് അല്ലെങ്കിൽ ഉപകരണമായത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഇതിലൊക്കെ വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നാളെ ഒരു പക്ഷേ ഒരു ഇതും കൂടി ഇനി ചെയ്ത്, നാളെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ കോഴിക്കോട് എത്തണം. അതിന് ശേഷം 2-ാം തീയതി പരിപാടിയുണ്ട്, പിന്നെ 3-ഉം 4-ഉം വേറെ 1-2 പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള നവദർശനം എന്താണെന്ന്, അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് പറയാം. അത് ഗാന്ധിസത്തിൻ്റെയും, ഗാന്ധി ഒരുപക്ഷെ അക്കാലത്ത്, അതായത് ഒരു 100 കൊല്ലം മുമ്പാണ്, 100 കൊല്ലം മുമ്പുണ്ടായിരുന്ന ശാസ്ത്രബോധത്തിൽ ആണ് ഗാന്ധിജി ആരോഗ്യത്തെക്കുറിച്ചുള്ള തൻ്റെ ദർശനങ്ങൾ നടത്തിയത്. പക്ഷേ 100 കൊല്ലം കഴിയുമ്പോഴേക്ക് അത് വളരെ കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുന്നു എന്നർത്ഥം. അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനുണ്ടായിരുന്ന ബോധമല്ല ഇന്നത്തെ ഒരു മുന്നിൽ നിര ശാസ്ത്രജ്ഞർക്കുള്ളത് നടത്തും. കാരണം ശാസ്ത്രത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, വിജ്ഞാനത്തിൻ്റെ വികാസത്തിലൂടെ നമ്മളെ സ്വഭാവവും ഗുണവും തീക്ഷ്ണതയും ഒക്കെ മാറിയിരിക്കണമെന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, യഥാർത്ഥത്തിൽ ചികിത്സ എന്നതാണ് ആധുനിക കാലത്തെ ഏറ്റവും വലിയ ചൂഷണ പർവമായിരിക്കുന്നത്. അതേപോലെ നമുക്ക് വിദ്യാഭ്യാസം അതേപോലെ തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിനാണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. പക്ഷെ ചികിത്സ എന്നത് അതിവിപുലമായ, വ്യാപകമായ, എല്ലാവർക്കും ആവശ്യമായതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമായിട്ട് എടുക്കണത്. പരമാവധി ഞാൻ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ടുള്ള, ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഈ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വികസിത രൂപം അല്ലെങ്കിൽ അതിൻ്റെ വികസിതമായ അവസ്ഥയിലുള്ള അതിൻ്റെ സിദ്ധാന്തങ്ങളും ദർശനങ്ങളും പ്രയോഗങ്ങളും എന്തെന്ന് പരമാവധി വിശദീകരിക്കാൻ നോക്കാം. പറ്റുമെങ്കിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടും. കാരണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഇത് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ കാലത്ത് എന്താ ഉണ്ടായിരുന്നത്? അത് ആ കോളനി വൽക്കരണം എന്നും കോളനികളുടെ രീതികളും എന്നതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കോളനിക്കാരുടെ ഒരു പരിപാടിയാണ്. നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസം കിട്ടി, നമുക്ക് വിദ്യാഭ്യാസം കിട്ടിയ കോളനി ആകാനുള്ള വിദ്യാഭ്യാസമാണ് കിട്ടിയത്. എന്തായാലും പോട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നിലവിലിരിക്കുന്നതൊക്കെ കോളനി വ്യവസ്ഥയാണ്. ആ കോളനി വ്യവസ്ഥയിൽ നിന്നും മാറി
ജനകീയമായ പൊതുവ്യവസ്ഥയിലേക്ക് മാറാൻ ഇന്ന് വരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെ ഇപ്പോൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് നടത്തുന്നത്. അവനുണ്ടാക്കി തന്ന ഭരണഘടന വെള്ളക്കാരൻ അവന് വേണ്ടി ഉണ്ടാക്കിയ അടുപ്പിൽ പാത്രത്തിൽ അതിനുള്ള മെനുവിൽ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഉണ്ടാക്കിച്ചു എന്നുള്ളതല്ലാത്ത ഈ ഭരണഘടന ഒരു ജനാധിപത്യ ഭരണഘടന അല്ല എന്ന് ഞാൻ തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞ എൻ്റെ 2 എപ്പിസോഡുകളിൽ നിന്ന് ഈ ഭരണഘടനയുടെ യഥാർത്ഥ ആവശ്യം, അതിൻ്റെ ബേസും അടിത്തറയും കൊളോണിയൽ പവേഴ്സാണെന്നും അവരുടെ താല്പര്യങ്ങളും അവരോടൊപ്പം അവരുടെ ആ കാലത്ത് സമ്പത്തും മറ്റ് വസ്തുക്കളും ഉണ്ടായിരുന്ന ഉടമകളുടെ താല്പര്യവുമാണ് സംരക്ഷിച്ചത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എനിക്കറിയില്ല, അത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും നമുക്ക് പറയാനുള്ളത് അടുത്തതായിട്ട് കൃഷിയെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ചാണ്. നോക്കുക, നിങ്ങൾ ഇന്നത്തെ നമ്മളെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഏറ്റവും വലിയ ചതി. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ വകുപ്പിന് ആരോഗ്യവുമായിട്ടുള്ള ബന്ധം എന്താ? ഒരു ബന്ധമില്ല. യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് എന്ന് നുണ പറയുന്നതാ. അത് ശരിക്കും അനാരോഗ്യ വകുപ്പാണ്, രോഗവകുപ്പാണ്, അല്ലെങ്കിൽ രോഗചികിത്സാ വകുപ്പാണ്, അല്ലെങ്കിൽ ചികിത്സാ വകുപ്പാണ്. അല്ലാതെ അതിന് ആരോഗ്യവുമായിട്ട് ഒരു ബന്ധമില്ല. മാത്രമല്ല, ആരോഗ്യം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാര്യം അതിലില്ല. എന്താ ആരോഗ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ജീവൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയില്ല. അത് പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ജീവൻ്റെ കുറേ സ്വഭാവങ്ങളില്ലല്ലോ. അതിങ്ങനെ സ്പന്ദിക്കും, ഇങ്ങനെ ഇളകും, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഒരു മാറ്റമുണ്ട്. മാത്രമല്ല, അതിന് അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിയും. ഒരു കാലത്ത് ഗ്രോത്ത് ഉണ്ടാവും, എന്നിട്ട് പിന്നെ ഇല്ലാതാവും. ഇങ്ങനെ പല 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 ഗുണമുണ്ട്. റീപ്രൊഡക്റ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല, ഈ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൽപ്പെട്ട പ്രകൃതിയുടെ വസ്തുക്കളുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ജീവൻ്റെ ഒരു സ്വഭാവമാണ് ആരോഗ്യം എന്നുള്ളത്. അത് ഉണ്ടാക്കാൻ മനുഷ്യന് വിചാരിച്ചാൽ നടക്കില്ല. ഏതുപോലെ ജീവൻ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. നേരെ മറിച്ച് അതിനെ ഇല്ലാതാക്കാൻ ഒരു പ്രയാസമില്ല. ഇല്ലാതാക്കാൻ മനുഷ്യൻ്റെ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചിട്ട് അവനെ ഇല്ലാതാക്കാം. മാത്രമല്ല, ആ കാര്യത്തിൽ മനുഷ്യൻ ലോകത്ത് അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഹിരോഷിമയുടെ കാര്യം. ഇപ്പോൾ നമ്മളെ ഈ സാമാന്യ അപേക്ഷികതയിൽ ആറ്റം ബോംബ് വഴി 1,12,000 ആൾക്കാരെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കൊല്ലാൻ കഴിയും. അത് നമ്മൾ കഴിവ് തന്നെയാണ്. പക്ഷെ അത് എന്തിനേ ഉള്ളൂ? നശിപ്പിക്കാനേ ഉള്ളൂ. നേരെ മറിച്ച് എന്തിനില്ല, ഒരു ഈച്ചയെ പോലും, ഒരു ഉറുമ്പിനെ പോലും, എന്തിന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്ന ഏറ്റവും ചെറിയ ജീവൻ്റെ ഒരു പതിപ്പ്
ജീവൻ്റെ ചെറിയ ജീവനുള്ള ഒരു ജീവിയെ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുമോ? അതിനായിട്ടുണ്ടോ? ആവുന്നൊക്കെ നമ്മളെ പത്രങ്ങളൊക്കെ പറയും. പത്രങ്ങളെ അത് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പീരിയോഡിക്കലായിട്ട് ഇങ്ങനെ ഓരോ ഇത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാ ജീവൻ്റെ രഹസ്യം കണ്ടെത്തി, അല്ലെങ്കിൽ അതിൻ്റെ ജീനുകളുടെ രഹസ്യം കണ്ടെത്തി, അതാണ് ഇതാണ്. അതൊക്കെ വെറുതെ പറയണതാണ്. അതൊക്കെ ഇത് സയൻസിന് എന്തും ചെയ്യാൻ കഴിയും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും അതുവഴി ചൂഷണം നടത്താനും വേണ്ടി ഈ കുത്തകളും അവരുടെ പിണിയാളുകളും നടത്തുന്ന ഒരു ഗിമ്മിക്കാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചതി. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ആരോഗ്യത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ആരോഗ്യം എന്നത് പ്രകൃതിയുടെ ഭാഗമാണ്. അത് പ്രകൃതിദായകമാണ്. എല്ലാ ജീവികൾക്കും, മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും ഉത്തിഷ്ഠമായ ഉന്നതമായ ആരോഗ്യം എന്നത് സ്വാഭാവികമാണ്. അത് ഇല്ലാതാക്കാനേ മനുഷ്യന് കഴിയുള്ളൂ, മറ്റ് ജീവികൾക്കും കഴിയുള്ളൂ. ഏതുപോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും, ഇപ്പോൾ ചന്ദ്രൻ കറങ്ങുന്നു, വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ സൂര്യനെ ചുറ്റുന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഭൂമി കറങ്ങുന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ പ്രകൃതിയുടെ ചലനങ്ങളാണ്, മാറ്റങ്ങളാണ്, സ്വാഭാവികമാണ്. അതില്ലാതെ ഈ പ്രകൃതി ഇല്ല. അതാണ് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അടിവരയിടുന്നത്. മാറ്റമില്ലാത്ത ഒരു വസ്തുവിനും നിലനിൽക്കാനാവില്ല എന്ന ചതുർമാന പ്രപഞ്ചം എന്ന പുതിയ പ്രപഞ്ചത്തിന് ആണ് ഇന്നത്തേത്. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ജീവനും. ആ ജീവൻ്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു സ്വഭാവമാണ് എന്ത്? ശരിയല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികരണമായിട്ടും അതിൻ്റെ സൂചനകളായിട്ടും രോഗങ്ങളുണ്ടാവുന്നത്. അതായത് നിങ്ങളിപ്പോൾ വേണ്ടാതെ കുറേ ഈ മിളകെടുത്തിട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ എരിയും. ഈ എരിയുന്നത് പ്രകൃതിയുടെ ഭാഷയാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ്, സൃഷ്ടാവിൻ്റെ ഭാഷയാണ്. അതേപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ശരീരത്തിൽ ജന്തുവിന് ആവശ്യമായ എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്താൻ പ്രകൃതിക്ക് കഴിയും. അതുകൊണ്ടാണ് നമുക്ക് ദാഹിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കണം തോന്നുന്നത്, ദാഹം തോന്നുന്നത് വെള്ളമില്ലാതെ ആകുമ്പോൾ. അതേപോലെ മൂത്രശങ്ക, അപ്പിശങ്ക, വിശപ്പ്, ദാഹം, ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അത് നമുക്ക് അനുഭവിക്കാൻ, അതാണ് പ്രകൃതിയുടെ ഭാഷ. ഈ പ്രകൃതിയുടെ ഭാഷ യഥാർത്ഥത്തിൽ അതിന് പ്രകൃതിക്ക് നുണ അറിയില്ല, കളവ് പറയാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ അത് നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ആ ഭാഷയും മനുഷ്യൻ്റെ ഭാഷയും കൂടി കൂടുമ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തിൽ ഞാൻ മനുഷ്യൻ്റെ ഭാഷയുടെ പ്രത്യേകത പറഞ്ഞിരുന്നു. അതിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാനസിക ലോകം, അല്ലെങ്കിൽ മെൻ്റൽ ലോകം,
അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലാത്ത ലോകം, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പങ്കുവെക്കാനും കൈമാറാനും ഒക്കെ കഴിഞ്ഞത് നമ്മളെ ഈ ഉപകരണം കൊണ്ടാണ് നടത്തുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അസത്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുന്ന എല്ലാ രോഗങ്ങളും പ്രകൃതിയുടെ സൂചനകളാണ്. എന്തിൻ്റെ സൂചന? ജീവൻ നിലനിർത്താനുള്ള വേണ്ടിയുള്ള അതിൻ്റെ അപായമണികളാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണോ അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ മനസ്സിലാക്കി, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി, വേണ്ടാത്ത എന്തോ ചെയ്തത് കൊണ്ടാണ് ഈ രോഗങ്ങൾ, ആ കാര്യം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാം എന്നതാണ് യഥാർത്ഥത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃഷിയിൽ എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പരമ്പരാഗത ക്ലാസിക്കൽ അന്വേഷണം ആകെ ദിശ മാറ്റി എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന ആധുനിക ദർശനത്തിലേക്ക് മസനോബു ഫുക്കുവോക്ക നമ്മളെ എത്തിച്ച പോലെ, എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ അസുഖം മാറിയത്, അസുഖം ഉണ്ടായത്, അല്ലെങ്കിൽ പ്രകൃതി ശരീരം നമ്മൾക്ക് സൂചന തരുന്നത് എന്ന് മനസ്സിലാക്കി, എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമ്മളെ അസുഖം മാറുക എന്ന ആധുനിക ദർശനത്തിലേക്ക്, പൊതു ആപേക്ഷികത വീക്ഷണത്തോടു കൂടിയുള്ള ആധുനിക ശാസ്ത്രീയ ദർശനത്തിലേക്ക് മനുഷ്യൻ മെല്ലെ മെല്ലെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും അവസാനത്തെ നമ്മുടെ ശാസ്ത്രീയമായ തെളിവുകൾ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ, പണ്ടേ പ്രകൃതി ചികിത്സക്കാരൊക്കെ പറഞ്ഞിരുന്നു ഉപവാസം നല്ലതാണ്, ഉപവാസം കൊണ്ട് രോഗം മാറുന്നൊക്കെ. പക്ഷേ 2015 നൊബേൽ പ്രൈസ് കിട്ടിയത് ഇതേ കാര്യത്തിനാണ്. അതായത് എന്തിന്? ഓട്ടോഫാഗി, അദ്ദേഹം പേരൊന്നും കൊടുത്തിരുന്നു, ഓട്ടോഫാഗി എന്ന മെഡിക്കൽ രീതിക്കാണ് മെഡിക്കൽ സയൻസിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത്. അത് വെച്ചാൽ എന്താണ് ഓട്ടോഫാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം തീറ്റ എന്നാണ് അർത്ഥം. ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ തീറ്റ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രമേഹം, പ്രഷർ, ഇങ്ങനെ എന്ത് മണ്ടൻ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആവശ്യമായതിൽ കൂടുതൽ തിന്നിട്ട്, ഒരു ശരീരത്തിന് ആവശ്യമായതിൽ കൂടുതൽ തിന്നാൽ എന്താ, ശരീരം കുറച്ചു കാലമൊക്കെ ക്ഷമിക്കും, പിന്നെ അതിങ്ങനെ തടി കൂടി വന്ന് ഹൃദയം കേടുവരും, ശ്വാസകോശം കേടുവരും, അല്ലെങ്കിൽ പിന്നെ പാൻക്രിയാസ് കേടുവരും. ഇതൊക്കെ കേടുന്നു അതിനൊക്കെയുള്ള അതൊക്കെയാണ് രോഗങ്ങൾ. ഇതിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഉപവസിക്കുക. അതാണ് ഗാന്ധിജി പൂർണ്ണമായിട്ട് അവിടേക്ക് എത്തിയിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം സൂചന തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം അക്കാലത്ത് ജീവിച്ചിരിപ്പുള്ള രാഷ്ട്രീയ നേതാക്കളിൽ
മറ്റ് സാമൂഹ്യ നേതാക്കൾ ഏറ്റവും കൃത്യതയും കണിശതയും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ യഥാർത്ഥത്തിൽ എല്ലാവരും കണ്ടെത്തിയാണ്. ഇനി എങ്ങനെയാണ് ഈ രോഗം മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൂടെ നിങ്ങൾക്ക് അതിനുള്ള ശാസ്ത്ര അടിത്തറ എന്താണെന്ന് കൂടി ഞാൻ ഈ ഇതിൽ പറയാം. അതായത് നിങ്ങൾ ആഹാരം കഴിച്ചാൽ എന്താണ് അവസ്ഥ? ആഹാരം കഴിച്ചാൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കഴിക്കുന്നത് വരെ ശരീരത്തിന് അത് പ്രശ്നമല്ല. അത് അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം തകൃതിയായ പണിയാണ്. അത് കുഴക്കണം, അതേപോലത്തെ അതിനുള്ള ഉപകാരപ്രദമായ പോഷക വസ്തുക്കളൊക്കെ സ്വീകരിക്കണം. എന്തൊക്കെ പോഷക വസ്തുക്കളുണ്ടോ അതിൻ്റെ ബയോകെമിസ്ട്രി എന്താണോ അതിനനുസരിച്ചുള്ള ദഹന രസങ്ങൾ ഉണ്ടാക്കണം. അത് മാത്രമല്ല ഒരു 10-30 അടി അത് കുടലിലൂടെ ഇങ്ങനെ അങ്ങേപ്പുറത്തേക്ക് എത്തിക്കണം, എന്നിട്ട് പുറത്ത് കളയണം. അത് കളയാതിരുന്നാലോ അത് തന്നെ മതി, ആ ശരീരം ആകെ നശിക്കും. കാരണം അതാകെ പുളിച്ച് നാറി വിഷമായി, പിന്നെ അതുകൊണ്ട് തന്നെ ആൾ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആഹാരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്ക്. പിന്നെ വേറെ ഒരു കാര്യം ചെയ്യാൻ ശരീരത്തിന് നിലവിൽ സാധാരണ നിലക്ക് ഒരു ജോലിയും ചെയ്യാനുള്ള ഊർജം അതിന് സ്വാഭാവികമായിട്ട് തരാനുണ്ടാവില്ല. അതുകൊണ്ടാണ് വയറ് വളരെ വെള്ളം നിറച്ച് തിന്നാൽ നമുക്കൊരു ക്ഷീണം വന്ന് ഒരു മയക്കം വരുന്നത്. ഈ മയക്കം മാത്രമല്ല, ഇങ്ങനതൊക്കെ ചെയ്തു കഴിഞ്ഞ് അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ആമാശയത്തിൽ ദഹനപ്രക്രിയ നടക്കും. അത് കഴിഞ്ഞ് ചെറുകുടലിൽ, പിന്നെ വൻകുടലിൽ. ഈ ആമാശയത്തിൽ തന്നെ ചുരുങ്ങിയത് 2-3 മണിക്കൂർ. അതിലാണ് നമുക്ക് അതിനാവശ്യമായ ദഹന വസ്തുക്കൾ, ഈ വസ്തുവിൽ എന്തൊക്കെ പോഷക വസ്തുക്കളുണ്ട്, അതിനെ ആഗിരണം ചെയ്യാൻ എന്തൊക്കെ കെമിക്കലായിട്ടുള്ള വസ്തുക്കളാണ് ഉണ്ടാക്കേണ്ടത്, അതൊക്കെ ഉണ്ടാക്കുക. അതൊക്കെ ഇവിടുന്നാണ് നടക്കുന്നത്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് അത് പൂർത്തിയാണതിൻ്റെ മുമ്പ് പിന്നെയും വേറൊന്ന് കൊടുത്താലോ എന്തായിരിക്കും സ്ഥിതി? വളരെ ക്ഷമയുള്ള ഒരാൾ തന്നെയാണ്, ക്ഷമയുള്ള നിങ്ങളെ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ മകളോട് ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തീർന്നതിൻ്റെ മുമ്പ് വേറൊരു പണി കൊടുത്താലും എങ്ങനെ ഉണ്ടാവും? അത് രണ്ടും ചെയ്ത് തീർന്നതിൻ്റെ മുമ്പ് 3-ാമത്തെ പണി കൊടുത്താൽ, 4-ാമത്തെ പണി കൊടുത്താൽ അവർ എത്ര കണ്ട് ഫ്രസ്ട്രേറ്റഡ് ആവുമോ, ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശരിക്കും നടക്കാനുള്ള ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ കഴിവ് എത്ര കണ്ട് നടക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാതിരിക്കുമോ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരത്തിന് ഒരു സ്ഥാനം കൊടുത്ത് ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂറോ കഴിയാതെ പിന്നെയും ആഹാരം കൊടുക്കുകയാണെങ്കിൽ ശരീരം ആകെ രണ്ടും കെട്ട രീതിയിലാവും അർത്ഥം. കാരണം ഒരു പ്രത്യേക സമയത്ത് ആസിഡിക് ഫോമിലായിരിക്കണം, ആസിഡ് മീഡിയത്തിലാണ് അത് ദഹനം നടക്കേണ്ടത്. ആ നേരത്ത് നിങ്ങൾ ആൽക്കലി വേണ്ട ഒരു വസ്തുവിന് കൊടുത്താലോ ആകെ അത് കൊള്ളാവും എന്നർത്ഥം. അപ്പം അങ്ങനെ മാത്രമല്ല, ശരീരമാകെ ഈ മറ്റ് പണികളൊന്നും ഇല്ലെങ്കിൽ ചെയ്യുന്ന പണിയാണ് യഥാർത്ഥത്തിൽ നമ്മളെ റിപ്പയർ വർക്ക് നടത്തുക. അടിച്ചുതടി
അല്ലെങ്കിൽ റിപ്പയർ വർക്ക് നടത്താനുള്ള അവസരം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ രോഗങ്ങൾ കൂടി 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 വരും. നേരെ മറിച്ച് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഓട്ടോഫാഗി എന്ന തത്വം മനസ്സിലാക്കി അങ്ങോട്ടൊന്നും കൊടുക്കാതിരുന്നാൽ, അങ്ങോട്ട് പോഷക വസ്തുക്കളൊന്നും കൊടുക്കാതിരുന്നാൽ, ദഹന പ്രക്രിയക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് നീക്കി വെച്ചിട്ടുള്ള നമ്മളെ ശരീരത്തിലുള്ള ഊർജം, ആ ഊർജം നമ്മളെ റിപ്പയർ വർക്കിനായിട്ട് യഥാർത്ഥത്തിൽ ഈ ഒരു പണി ഇല്ലാതിരിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന നമ്മളെ ശരീരത്തിൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ റിപ്പയർ വർക്ക് നടത്താൻ ശരീരത്തിനാവും. ഇത് ജലദോഷം, പനി, ഈ അനേക വൈറസുകൾ, ഇത് തുടങ്ങി നമ്മുടെ ക്യാൻസർ വരെയുള്ള കാര്യങ്ങൾക്കും ഇത് തന്നെയാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള പ്രകൃതിദത്തമായ, പ്രകൃതിയുടെ അനുസരിച്ച് പോകുന്ന ചികിത്സാ സമ്പ്രദായം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ഇൻപുട്ട് യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഇത് നമ്മുടെ ശരീരം ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ കുറേ വസ്തുക്കളുണ്ട്, പുറത്തേക്ക് കളയാൻ കുറേ ഗേറ്റുകളുണ്ട്, അകത്തേക്കും പുറത്തേക്കും പോകാൻ നിശ്ചിതമായ വസ്തുക്കളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വായയിൽ ആണെങ്കിൽ അകത്തേക്ക് ഇടുന്ന സാധനങ്ങൾക്ക് കുറേ കാവൽക്കാരുണ്ട്. കണ്ണ്, മൂക്ക്, രുചി, കയ്യ്, ഇതൊക്കെ കൊണ്ട് ഓരോ കാര്യം ഇത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനും പരിശോധിക്കാനും, അതായത് ഇവരൊക്കെ നമ്മളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അംഗീകരിച്ചാൽ മാത്രമേ അകത്തേക്ക് കടത്താൻ പാടുള്ളൂ എന്നാണല്ലോ സ്വാഭാവികമായും പറയുന്നത്. എന്നിട്ട് അങ്ങനെ കടത്തേണ്ട ഈ സാധനം, അതും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ, വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ കൃത്യമായിട്ട് ആഹാരം കഴിക്കുന്നത്? പ്രകൃതിയിൽ കൃത്യമായിട്ട് ആഹാരം കഴിക്കണ വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ? ഒരു അതിശക്തനായ സിംഹമാണെങ്കിലും മറ്റേത് ജീവിയാണെങ്കിലും ഒരു മാനിനെ വേട്ടയാടി പിടിച്ച് വയറ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പല ജീവികളാണ് തന്ന്, എന്നിട്ട് രണ്ടാമതൊന്ന് കിട്ടാൻ ചിലപ്പോൾ ഒരു 5-8 പ്രാവശ്യം ശ്രമിച്ചാലേ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ വയറ് നിറച്ച് തിന്നും, പിന്നെ കുറേ സമയം ഒഴിവ് കിട്ടും. അങ്ങനെ ഒരു ഒഴിവും കൊടുക്കാത്ത ഒരു ജന്തുവായിട്ട്, ഏക ജന്തുവായി മനുഷ്യൻ മാറിയതോടുകൂടിയാണ് മനുഷ്യന് രോഗങ്ങളുടെ മാലപ്പടക്കം, ആഹാരത്തിൻ്റെ മാലപ്പടക്കത്തോടു കൂടി തന്നെ രോഗത്തിൻ്റെ മാലപ്പടക്കം മനുഷ്യനുണ്ടായി രോഗങ്ങൾ ചികിത്സിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ചൂഷണ പർവമായി മാറി. എങ്ങനെ യഥാർത്ഥത്തിൽ ഈ രോഗം എന്ന ദുരൂഹത ചൂഷണം ചെയ്ത് മറ്റുള്ളവരുടെ അധ്വാനത്തെ സ്വന്തം കീശയിലാക്കാം എന്ന ഗവേഷണമാണ്, എന്ന ശാസ്ത്രമാണ് മെഡിക്കൽ സയൻസ്. അല്ലാതെ ഈ മെഡിക്കൽ സയൻസിന് ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അടുത്തൊന്നും കഴിയും എന്നും തോന്നുന്നില്ല. കഴിയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതില്ലാത്തിടത്തോളം കാലം അതിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. മാത്രമല്ല ഇത് ചൂഷണത്തിനാണ്. അപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് രോഗമാണ് ചികിത്സ അവിടെ ഉണ്ട്, മാറില്ലെന്ന് അറിയില്ല. മാത്രമല്ല പൈസയുടെ ഒഴുക്കും അവിടെ ഉണ്ടാവും. നമ്മളെ പോക്കറ്റിൽ നിന്ന് മറ്റുള്ള
ഈ ഡോക്ടറുടെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഡോക്ടർ പ്രതിദാനം ചെയ്യുന്ന വ്യവസ്ഥയുടെ പോക്കറ്റിലേക്ക് കാശ് അങ്ങനെ ഒഴുകുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഇയാളുടെ രോഗങ്ങൾ മാറും എന്നതിന് ഒരു തെളിവുമില്ല. എന്നാലോ അത് ഭയങ്കര ശാസ്ത്രമാണെന്നും ആ ശാസ്ത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രമെന്നും അതിനെ ധിക്കരിക്കുക എന്നുള്ളത് പറ്റില്ല എന്നും മാത്രമല്ല അതിൻ്റെ ആൾക്കാർ പറഞ്ഞാൽ മാത്രമേ അവർ പറഞ്ഞാൽ അതിനപ്പുറം നിന്നിട്ടുണ്ടെങ്കിൽ അപകടമാണെന്നാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹം തന്നെ, അല്ലെങ്കിൽ ഭരണാധികാരികൾ വരെ മന്ദന്മാരായ ഭരണാധികാരികൾ വരെ വിശ്വസിക്കുന്നു. ഞാൻ ഭരണാധികാരികളെ കുറ്റം പറയില്ല കേട്ടോ, കാരണം അവരൊക്കെ അവിടെ ഇരിക്കണമെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ പാകിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ, ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ ഭരണമാറ്റം എത്ര പ്രയാസമില്ലാതെ മാറ്റിയത്. അതേപോലെ നേപ്പാളിൽ, അതായത് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വന്നോ അവരെ മാറ്റാനൊന്നും ഒരു പ്രയാസമില്ല. ആ രീതിയിൽ നമ്മളെ ബഹുരാഷ്ട്ര കുത്തകൾ വളർന്നിരിക്കണം. അത് അവർ പറയാമോ അതൊന്നുമല്ല, ജനങ്ങളാർക്ക് വെറുതെയാണ്. ജനങ്ങളൊന്നുമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഭരണാധികാരികളെ ജനങ്ങൾക്കനുസരിച്ച് തന്നെ മാറ്റാൻ ഉള്ള കെടുകാര്യസ്ഥത അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഒക്കെ പറയും. അതൊക്കെ പറയാൻ പറ്റിയ രീതിയിലുള്ള മാധ്യമങ്ങളും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. എന്തായാലും ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. 22-ാം നൂറ്റാണ്ടോടുകൂടി ഈ ചൂഷണ പർവ്വതത്തിൻ്റെ തൊലി ഉരിയാൻ തുടങ്ങും. അപ്പോൾ എങ്കിലും ഈ ആരോഗ്യ വകുപ്പ് എന്ന സാധനം, ആരോഗ്യ വകുപ്പ് എന്നാണ് ഇതിൻ്റെ പേരിട്ടോ, അതിന് ആരോഗ്യവുമായിട്ട് ഒരു ബന്ധമില്ല. അത് രോഗവകുപ്പാണ്, അല്ലെങ്കിൽ രോഗചികിത്സാ വകുപ്പാണ്, അല്ലെങ്കിൽ രോഗപ്രതിരോധ വകുപ്പാണ്, അല്ലെങ്കിൽ ചികിത്സാ വകുപ്പാണ്. അല്ലാതെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു വിഭവം ഒരു കാര്യവും അതിലില്ല. ആരോഗ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, തൊഴിൽ, പാർപ്പിടം, ഇതൊക്കെയല്ലേ വേണ്ടത്. ഇതൊക്കെ ശുദ്ധമായ രീതിയിൽ, അശുദ്ധിയില്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വിഷലിപ്തമല്ലാത്ത ഒരു അവസ്ഥയിലുള്ളത് ഉണ്ടാവുകയല്ലേ വേണ്ടത്. ഈ ആരോഗ്യവകുപ്പിലുള്ള കൊടുക്കുന്ന കാശിൻ്റെ 1% പോയിട്ട് 0.1% ഇതിലേതെങ്കിലും ഒന്നിന് ചിലവാക്കുന്നുണ്ടോ? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, അങ്ങനെ എന്തിനെങ്കിലും ചിലവാക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 22-ാം നൂറ്റാണ്ടിൽ ഗാന്ധിജിയുടെ യഥാർത്ഥ ആശയമായ അഹിംസ അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷികത, പൊതു ആപേക്ഷികത എന്നത് നിലവിൽ വരുന്നതോടുകൂടി, അത് ലോകം മുഴുക്കെ അംഗീകരിക്കുന്നതോടുകൂടി ആരോഗ്യവകുപ്പ് ഒന്ന് വേറെയും ചികിത്സാ വകുപ്പ് അല്ലെങ്കിൽ രോഗവകുപ്പ് ഒന്ന് വേറെയും ആയിരിക്കും. മാത്രമല്ല, ഈ ആരോഗ്യ വകുപ്പിന് 1% കാശ് നിങ്ങൾ കൊടുത്താൽ ചുരുങ്ങിയത് രോഗത്തിൻ്റെ 50% നമുക്ക് കുറയ്ക്കാൻ കഴിയും. അത്രയും ഇഫക്റ്റ് ഉള്ളതാണ്. ശുദ്ധവായു കിട്ടിയാൽ തന്നെ കുറേ, ശുദ്ധഭക്ഷണം, ശുദ്ധജലം. ഇപ്പോൾ നമ്മളെ ശാസ്ത്രം അനുസരിച്ച് കഴിയുന്നത്ര ഇതൊക്കെ എങ്ങനെ അശുദ്ധമാക്കാമെന്നും അതുവഴി രോഗങ്ങൾ എങ്ങനെ കൂട്ടാമെന്നും
എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ബഹുരാഷ്ട്ര കുത്തകകളുടെ സ്വാധീനത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖ സത്യം പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ചിന്തകൾ കഴിഞ്ഞ 35 കൊല്ലമായിട്ട് ആണ് എനിക്ക് ബോധമുണ്ടായത്. എന്തായാലും ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്ര സൃഷ്ടിയല്ല. ശാസ്ത്രത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു മരുന്നും ഒരൗഷധവും പോഷകങ്ങളായ ഔഷധങ്ങൾ എന്ന ഒന്ന് ഇല്ല. അതൊക്കെ കുപോഷകങ്ങളോ പാഷാണങ്ങളോ ആണ്. ഈ ഔഷധങ്ങൾ എന്നത്, രോഗം മാറ്റും എന്നത് പ്രകൃതി നിയമത്തിന് എതിരാണ്. പ്രകൃതിയിൽ ഒരു വസ്തു ഉണ്ടാവണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിലും എന്തൊക്കെ വിഭവങ്ങളാണ് വേണ്ടത്, ആ വിഭവങ്ങൾക്ക് പുറത്തുള്ള എല്ലാ വിഭവങ്ങളും ആ സിസ്റ്റത്തിനെ നശിപ്പിക്കാനോ തകരാറാക്കാനോ അതിൻ്റെ സ്വാഭാവികമായ പ്രയാണത്തെ, പുരോഗതിയെ തടയാനോ മാത്രമേ പറ്റുള്ളൂ. അത് ഒരു വ്യവസ്ഥക്ക് മാത്രമല്ല, ജീവന് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ വ്യവസ്ഥക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ എന്തൊക്കെയാണോ പ്രകൃതിയിൽ ആവശ്യമായ വിഭവങ്ങൾ, പോഷക വസ്തുക്കൾ, അതല്ലാത്ത എന്ത് രാസവസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തും, എന്തൊക്കെ പേര് പറഞ്ഞിട്ട് ഔഷധമെന്നോ അല്ലെങ്കിൽ ദിവ്യ ഔഷധമെന്നോ അല്ലെങ്കിൽ പ്രകൃതി ഭഗവാന്റെ ഔഷധമെന്നോ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അതൊക്കെ ആ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരവസ്ഥ ഉണ്ടാവും എന്ന് ചിന്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ ബുദ്ധി എന്നത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. പക്ഷെ ഒരാളും ഇല്ലാതെ നിങ്ങൾ സ്വയം ചിന്തിക്കണം എന്ന് മാത്രം. മറ്റൊരാളില്ലാതെ നിങ്ങൾ സ്വയം നിങ്ങളുടേതായ ഒരു ലോകത്തിരുന്നുകൊണ്ട് കക്കൂസിലിരിക്കുമ്പോഴായാലും മതി. അപ്പോൾ ആരും ചുറ്റുമുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചോ, ഒരു സിസ്റ്റം നിലനിൽക്കാൻ, അതുണ്ടാക്കാൻ, അത് ആവശ്യമായ വസ്തുക്കളല്ലാതെ അത് റിപ്പയർ ചെയ്യാൻ പുറത്തുനിന്ന് ഒരു അന്യവസ്തു വേണം. ഉദാഹരണമായിട്ട് ഒരു സൈക്കിൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ആ സൈക്കിൾ ഉണ്ടാക്കാനുള്ള വസ്തുക്കളല്ലാത്ത എന്തെങ്കിലും വസ്തു ആ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഒരു കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ ആ കാർ ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കളല്ലാത്ത, ഘടകങ്ങളല്ലാത്ത എന്തെങ്കിലും ആ കാറിൻ്റെ ഒരു റിപ്പയർ നടത്താൻ ആവശ്യമാണ്. ഒരു യന്ത്രവും ജീവനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആയിക്കോട്ടെ, ആ യന്ത്രത്തിന് പോലും അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമാണ് ജീവൻ എന്ന് പറയുന്നത്. ജീവൻ എന്ന് പറഞ്ഞാൽ സ്വയം ഉണ്ടാവുന്നതാണ്, സ്വയം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അതേപോലെ നേരെ മറിച്ച് യന്ത്രത്തിന് അത് കഴിവില്ല. ആ യന്ത്രത്തിന് പോലും അതിൻ്റെ റിപ്പയർ ചെയ്യാൻ അതിന് പുറത്തുനിന്നുള്ളൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരത്തിന് സ്വയം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ,
സെൽഫ് ഹീലിംഗ്, സെൽഫ് റിപ്പയറിങ്, സെൽഫ് ജനറേറ്റിംഗ് ആണെങ്കിൽ അതുണ്ടായത് എങ്ങനെയാണ്? ആകെ ഇപ്പം ഞങ്ങളാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ സ്പേമും അമ്മയുടെ എഗ്ഗും കൂടി ചേർന്നപ്പോൾ ഉണ്ടായ സൈഗോട്ട്. അതിന് എന്തേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ? അമ്മയുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വസ്തുക്കൾ, പോഷക വസ്തുക്കളായിട്ടുള്ള അതിന്നല്ലേ ഇതുണ്ടായത്. ഇനി പുറമെ വന്നു, നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ് ജനിച്ചതിന് കഴിഞ്ഞതിന് ശേഷം ഈ ഭക്ഷണം കൊണ്ടാണ് ഈ ശരീരം മുഴുവൻ ഉണ്ടാക്കിയത്. ഈ ഭക്ഷണം കൊണ്ട് ഉണ്ടാക്കിയ ശരീരത്തിന് ഉണ്ടായ ഒരു തകരാറിന്, അതിന് ഈ പോഷക വസ്തുക്കളല്ലാത്ത ഒരു വസ്തു വേണം എന്ന് പറയുന്നത്, അതിൻ്റെ സാങ്കത്യം, അതിൻ്റെ ശാസ്ത്രീയത ചോദ്യം പെടണം. അത് 22-ാം നൂറ്റാണ്ടോടുകൂടി ഇപ്പം നടക്കില്ല. കാരണം ഇപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു ചൂഷണ പർവ്വത്തിൻ്റെ ആധിപത്യത്തിലാണ് നമ്മൾ. അതിൻ്റെ ഈ അവസാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 500 കൊല്ലമായിട്ടുണ്ടായിരുന്ന പാശ്ചാത്യ കൊളോണിയലിസത്തിൻ്റെ, സാമ്രാജ്യത്വത്തിൻ്റെ, ചൂഷണപർവത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും സജീവമാണ്. അത് നിന്ന് കഴിഞ്ഞ് അത് പൂർണ്ണമായും പരാജയപ്പെട്ട് ആരും ആരെയും ചൂഷണം ചെയ്യണ്ട, എല്ലാവരും അവനവൻ്റെ, അത് ഏറ്റവും ചുരുങ്ങിയതിപ്പോൾ ഒരു ചെറിയ യൂണിറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ 192 രാജ്യങ്ങളും ഒരു രാജ്യം മറ്റൊരാളെ ചൂഷണം ചെയ്തിട്ട് അയാളുടെ കഴിവുകൊണ്ട് അയാളുടെ വിഭവം കൊണ്ട് ജീവിക്കണ്ട, അത് സ്വയം ഉണ്ടാവുന്നതാണ്. അത് സ്വയം ഉണ്ടാക്കാൻ ഈ പ്രകൃതിക്ക് കഴിയുന്നു. അതിന് പുറമെ ബാക്കി ഒരാളും അന്യോന്യം സഹായിക്കാം, പങ്കുവെക്കാം, ഷെയർ ചെയ്യാം എന്നല്ലാതെ ഒരാൾ മറ്റേയാളെ ചൂഷണം ചെയ്യുക എന്ന ആ അവസ്ഥക്ക്, ആ സാമ്രാജ്യത്വ രീതി മാറാത്തിടത്തോളം കാലം ഒരിക്കലും നിങ്ങളെ ഈ ആരോഗ്യത്തിലുള്ള ചികിത്സയിലുള്ള ചൂഷണം ഇല്ലാതാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൽ അവർ എന്തൊക്കെയോ മാസ്മര വിദ്യകളും ഈ മാന്ത്രിക മരുന്നുകളും ഔഷധങ്ങളും ഒക്കെ പരിപാടികളൊക്കെ കാണിക്കും. അത് എന്ന് മാറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രകൃതിയിൽ നമുക്ക് ഒരു വലിയ പരിധി വരെ കടന്നു കയറാനോ മാറ്റിമറിക്കാനോ കഴിയില്ല എന്ന സാമാന്യ ആപേക്ഷികതയോടുകൂടി ഉണ്ടായ ആധുനിക ശാസ്ത്രബോധം ഉണ്ടാവുമ്പോഴേ നമുക്ക് അങ്കുരിക്കാൻ തന്നെ തുടങ്ങുള്ളൂ. അപ്പോൾ അതിന് അനിവാര്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞത്, കഴിഞ്ഞ 500 വർഷത്തിലധികമായിട്ട് ഈ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ ചൂഷണ രീതികൾ, പാശ്ചാത്യ സാമ്രാജ്യത്വ രീതികൾ, പാശ്ചാത്യ കൊളോണിയൽ രീതികൾ, അത് പുതിയ രീതിയിലാണ് ഇപ്പോൾ ഒന്ന്. പണ്ട് ഫിസിക്കലായിരുന്നു, ആയുധങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ടാക്സും നമ്മളെ ഇതൊക്കെ കവർന്നു കൊണ്ടത്. ഇന്നിപ്പോൾ അതിന് പകരം പുതിയ രീതികളാണ്. ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ്, ടെക്നോളജിയുടെ പേരും പറഞ്ഞ്, ആരോഗ്യത്തിൻ്റെ പേരും പറഞ്ഞ്, ഔഷധത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങനെ പല രൂപത്തിലാണ് എന്ന് മാത്രം. എന്തായാലും ഇപ്പം തന്നെ സമയം കുറെ കൂടുതലായി, അതുകൊണ്ട് ഞാനിവിടെ ഇപ്പം നിർത്തും. എനിക്കിത്രേ പറയാനുള്ളൂ. 22-ാം നൂറ്റാണ്ടോടുകൂടിയെങ്കിലും ലോകത്തെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആരോഗ്യത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാവുകയും ആ കാര്യം, ആരോഗ്യം എന്ന കാര്യം
ചികിത്സ എന്ന കാര്യം സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറുകയും അത് മൗലികാവകാശങ്ങളിൽ പെടുന്ന ഒരു ജനാധിപത്യ സമൂഹമായി മാറുന്നതോടു കൂടി മാത്രമേ ഇപ്പം നിലവിലിരിക്കുന്ന ചൂഷണ രീതികൾ ഇല്ലാതാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.